ഒരു മനുഷ്യനെ അവൻ്റെ സകല തിന്മകളിൽ നിന്നും അവനെ വഴിമുടക്കുന്ന പുണ്യകർമ്മമാണ് നമസ്കാരം. അതിൻ്റെ കാമ്പറിഞ്ഞ് ഭക്തി പുരസ്സരം നമസ്കരിക്കാൻ നമുക്ക് കഴിയണം. ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. തീർച്ചയായും നമസ്കാരം ഒരു ആളുടെ തിന്മയിൽ നിന്ന്, മ്ലേച്ഛതകളിൽ നിന്ന് അവനെ തടുക്കുന്ന കാര്യമാണ് നമസ്കാരം. ആ നമസ്കാരത്തിൽ എല്ലാത്തിനും ഒരേ പ്രാധാന്യമല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാൾ ഇശാ നമസ്കാരം ജമാഅത്തായി നിർവഹിച്ചാൽ ഫകഅന്നമാ ഖാമ നിസ്ഫൽ ലൈൽ, അർദ്ധരാത്രി വരെ എഴുന്നേറ്റ് നിസ്കരിച്ചവന്റെ പ്രതിഫലമാണ്. നമ്മളൊക്കെ ജമാഅത്ത് നമസ്കരിക്കുന്നവരാണ്, ജമാഅത്ത് നമസ്കാരത്തിന് ഓടിയെത്തുന്നവരാണ്. ഇങ്ങനെ കൂടെയുണ്ട് എന്നറിയാം. അർദ്ധരാത്രി വരെ എഴുന്നേറ്റ് നമസ്കരിച്ചവന്റെ പ്രതിഫലം കിട്ടും ഒരാൾ ഇശാ നമസ്കാരം ജമാഅത്തായി നിർവഹിച്ചാൽ. വമൻ സല്ല സുബ്ഹ ജമാഅതൻ, ഒരാൾ സുബ്ഹിയും ജമാഅത്തായി നമസ്കരിച്ചാൽ. എനിക്ക് ശനിയാഴ്ചയിലെ കാര്യം മാത്രമേ പറയാൻ കഴിയൂ, ബാക്കി ദിവസങ്ങളിലെ അവസ്ഥകൾ നിങ്ങൾക്കറിയാം. സുബ്ഹ് നമസ്കാരവും ജമാഅത്തായി നിർവഹിച്ചാൽ ഫകഅന്നമാ ഖാമൽ ലൈല കുല്ല, രാത്രി മുഴുവൻ സമയം എഴുന്നേറ്റു നമസ്കരിച്ചവന്റെ പ്രതിഫലമാണ്. അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ബറക്കത്ത് ലഭിക്കപ്പെടുന്ന സമയത്തെക്കുറിച്ച് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബൂരിക അലാ ഉമ്മതി ഫീ ബുകൂരിഹ. എൻ്റെ അടിമകൾക്ക് എൻ്റെ ഉമ്മത്തിൽ ചില സമയങ്ങൾ ബറക്കത്ത് നിശ്ചയിച്ചിട്ടുണ്ട്. അതിൽപ്പെട്ടതാണ് പ്രഭാത സമയത്ത് പ്രത്യേക ബറക്കത്തുണ്ട്. നിങ്ങൾ നോക്ക്, തഹജ്ജുദ് ഏറ്റവും ഇഷ്ടപ്പെട്ടു അല്ലാഹുവിന് പ്രഭാതത്തോട് അടുക്കുന്ന സമയമാണ്. സുബ്ഹി ഏറ്റവും പ്രധാനപ്പെട്ട നമസ്കാരമാണ്, പ്രഭാത സമയത്താണ്. കൂടുതൽ ദിക്റുകൾ ചൊല്ലാൻ വേണ്ടി പറഞ്ഞത് ബുഖറത്തും വാശിയ, പ്രഭാതത്തിൽ ചൊല്ലാൻ പറഞ്ഞു. അതേ സമയത്ത് സുബ്ഹിന്റെ നമസ്കാരത്തിന്റെ മുമ്പുള്ള 2 റക്അത്ത്, സാധാരണ റവാത്തിബ് നമസ്കാരങ്ങൾ കുറേയുണ്ട്. സുബ്ഹിന്റെ മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നമസ്കാരത്തിന്റെ പ്രത്യേകതയോ റക്അത്തുൽ ഫജ്രി ഖൈറും മിനദ് ദുനിയ വമാ ഫീഹാ. ഫജ്ർ നമസ്കാരത്തിന്റെ സുന്നത്തായ 2 റക്അത്ത് നമസ്കാരം ഈ ദുനിയാവും അതിലുള്ള മുഴുവൻ വസ്തുക്കളും കിട്ടുന്നതിനേക്കാൾ ഉത്തമമായതാണ്. അപ്പോൾ സുബ്ഹിന്റെ മുമ്പുള്ള നിസ്കാരത്തിന് ഇത്ര പ്രത്യേകത ഉണ്ടെങ്കിൽ ഫജ്റിന്റെ പ്രത്യേകത എന്തായിരിക്കും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഈ മഹത്തരമായ പുണ്യകർമ്മം സുബ്ഹിന്റെ ജമാഅത്ത്, അതൊരു മുസ്ലിമിന്റെ ശക്തിയാണ്, കരുത്താണ്. അത് ഒരു നാട്ടിൽ വ്യവസ്ഥാപിതമായി നടന്നു പോകുന്നുണ്ടെങ്കിൽ അവരെ ശത്രുക്കൾക്ക് കീഴ്പ്പെടുത്താൻ കഴിയില്ല എന്നത് ഉലമാക്കന്മാർ കൃത്യമായി വിശദീകരിക്കുന്നു. നമ്മുടെ കരുത്ത് മസിലല്ല, നമ്മുടെ കരുത്ത് വലിയ കൂറ്റൻ പള്ളികളല്ല. മുസ്ലിമിന്റെ കരുത്ത് അവിടുത്തെ സംഘടിതമായ സുബ്ഹിന്റെ ജമാഅത്താണ് കാണിക്കേണ്ടത്. നമ്മൾ ശക്തി കാണിക്കേണ്ടത് ആ സമയത്താണ്. അവിടെ ഒരു മഹല്ല് അവിടെ ദുർബലമാണെങ്കിൽ അവിടെ വേറെ എന്ത് സിസ്റ്റം ഉണ്ടെന്ന് പറഞ്ഞാലും അത് ശക്തിയല്ല. നമ്മുടെ വീട് ചിന്തിച്ചു നോക്കി, നമ്മുടെ വീട് എന്തൊക്കെയോ ഉണ്ട്. പ്രഭാതത്തിന്റെ സമയത്ത് നേരത്തെ എഴുന്നേൽക്കാത്തൊരു വീടാണെങ്കിൽ ആ വീട് വെറും ഇരുട്ടാണ്, നിങ്ങൾ എത്ര ലൈറ്റ് കൊണ്ട് അലങ്കരിച്ചാലും. പ്രഭാത സമയത്ത് എഴുന്നേറ്റ് സുബ്ഹ് നമസ്കരിക്കാത്ത മക്കൾ ഉറങ്ങുന്ന കിടന്നുറങ്ങുന്നൊരു വീടാണോ, അവിടെ നിത്യ പ്രശ്നങ്ങൾ കാരണക്കാരൻ വേറെ എവിടെയും അന്വേഷിക്കണ്ട, ഇത് തന്നെ ധാരാളമായി. പിശാച് കെട്ടിവെച്ച 3 കെട്ടുകൾ അഴിക്കാൻ കഴിയണമെങ്കിൽ എന്തായിരുന്നാലും അവൻ പ്രഭാതത്തിൽ നേരത്തെ എഴുന്നേൽക്കണം, വുളൂ ചെയ്യണം, അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ട് അവൻ നിസ്കരിക്കണം. ആ കെട്ടങ്ങ് അഴിഞ്ഞു പോവുള്ളൂ. ധാരാളം പ്രശ്നങ്ങൾ അന്ന് മുതൽ അവൻ ആരംഭിക്കുന്നതാണ്. മാത്രവുമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുബ്ഹ് നമസ്കാരം കഴിഞ്ഞ് പള്ളിയിൽ തന്നെ ഇരിക്കുന്നവരെ കുറിച്ച് അപ്പോഴും കണ്ടോ, വീണ്ടും വിവാദത്തിൽ സജ്ജരാകാൻ വേണ്ടി പറയാം. ഇഷ്റാഖ് വരെ ഇരുന്ന് പള്ളിയിൽ ഇരുന്ന് ദിക്റും സ്വലാത്തും പ്രാർത്ഥനകളുമായി കഴിച്ചുകൂട്ടി എന്നിട്ട് ഇഷ്റാഖിന്റെ സമയത്ത് 2 റക്അത്ത് നമസ്കാരം കൂടി നിർവഹിച്ചാൽ
അവനൊരു ഹജ്ജും ഉംറയും നിർവഹിച്ച പൂർണ്ണമായ പ്രതിഫലമുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാനിത് പറയാൻ കാരണം, നമ്മൾ എന്തൊക്കെ നേട്ടങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മുടെ പള്ളിയും ജമാഅത്ത് നമസ്കാരവും അടക്കമുള്ള കാര്യങ്ങൾ ഏറ്റവും സുരക്ഷിതമായി, സമ്പൂർണമായി, കൃത്യനിഷ്ഠയോടുകൂടെ നടന്നു പോകാൻ വേണ്ട ക്രമീകരണങ്ങൾ നമ്മൾ ഓരോരുത്തരും വ്യക്തിപരമായി ചെയ്യണം. ആ സമയം അറിഞ്ഞ് ജമാഅത്തിൽ പങ്കെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അതിന് ഓടിയെത്താൻ വേണ്ടി നോക്കുക. ഒരു മീറ്റിങ്ങിന് വന്നില്ലെങ്കിൽ നമ്മൾ എത്ര തവണ ഒരാളെ വിളിക്കും? ഒരു പ്രോഗ്രാമിന് വന്നില്ലെങ്കിൽ നമ്മൾ ഒരാളെ പറ്റി എത്ര അന്വേഷിക്കും? ഒരു ജമാഅത്ത് നമസ്കാരത്തിന് വരാത്തവനെ പറ്റി നമ്മൾ അന്വേഷിക്കണം. നീ എന്താണ് ജമാഅത്തിന് വരാത്തത്? പരിചയമുള്ള കച്ചവടക്കാരോടൊക്കെ പറയണം. പറ്റുമെങ്കിൽ ഒരു സ്ലിപ്പ് ഉണ്ടാക്കി കൊടുത്തിട്ട്, നമ്മൾ പള്ളിയിലെ നിസ്കാരത്തിൻ്റെ സമയം ഇന്നതാണ്, ഒരു നമസ്കാരം ബാങ്ക് കൊടുത്താൽ ഇത്ര മിനിറ്റ് കഴിഞ്ഞാൽ അവിടെ ജമാഅത്ത് നമസ്കാരം. നിങ്ങളും നിങ്ങളുടെ കടയിലെ സ്റ്റാഫുകളൊക്കെ പള്ളിയിൽ വരണം. ഒരു സ്ക്വാഡ്, ഒരു പരിപാടിക്ക് ക്ഷണിക്കാനല്ല പോണത്, ജമാഅത്ത് നമസ്കാരത്തെ ശക്തിപ്പെടുത്താൻ വേണ്ടി ഒരു സ്ക്വാഡ് വർക്ക്. വലിയ മാറ്റങ്ങളുണ്ട്, വലിയ മാറ്റങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഒരു മനുഷ്യന്റെ നമസ്കാരം ശരിപ്പെട്ടു വന്നാൽ ആ വ്യക്തിയിലുണ്ടാകുന്ന മാറ്റങ്ങൾ അത്ഭുതകരമാണ്. അതിലേക്ക് നമ്മൾ ജനങ്ങളെ ഒന്നുകൂടെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച നൂറുകണക്കിന് നന്മകൾ നമ്മുടെ മുമ്പിൽ കിടക്കുകയാണ്. അടുത്തറിയാൻ കഴിയണം. ഇന്നത്തെ ദിവസം ഞാൻ എങ്ങനെയാണോ അതിനേക്കാൾ ഒരുപടി മുന്നിലായിരിക്കണം നാളത്തെ നമ്മുടെ ദിവസം. ഇന്ന് ഞാൻ എന്തെല്ലാം തിന്മകൾ ചെയ്തു കഴിഞ്ഞു പോയോ, ഇനി മുതലുള്ള ദിവസങ്ങൾ നമ്മൾ ചിന്തിക്കേണ്ടത് ഞാൻ ഇന്നലകളെക്കാൾ കഴിഞ്ഞു പോയതിനേക്കാൾ ഒരുപടി നന്മകളുമായി മുന്നിലാവണം. ഇന്ന് ചെയ്ത നന്മയേക്കാൾ ഒരു സ്റ്റെപ്പ് നാളെ വേറൊരു നന്മ കൂടെ ചെയ്യാൻ കഴിയണം. അങ്ങനെയാണ് മത്സരിക്കുക. അതാണ് ഒരു മനുഷ്യൻ തൗബ ചെയ്ത് പശ്ചാത്തപിച്ച് നന്നായി ജീവിക്കാൻ തുടങ്ങിയാൽ, അത് ആ ജീവിതത്തിനെ പറ്റി പറഞ്ഞു, ഇല്ലാമൻ താബ വ ആമന വ അമില സ്വാലിഹൻ. പശ്ചാത്തപിച്ച് നല്ല വിശ്വാസം ശരിപ്പെടുത്തി വീണ്ടും സൽക്കർമ്മങ്ങളോടെ ജീവിക്കാൻ തുടങ്ങിയാൽ, ഫൗലാഹിക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്. അവന്റെ തിന്മകളെല്ലാം മാറ്റിമറിച്ച് നാം നന്മയാക്കി രേഖപ്പെടുത്തുന്നതാണ്. അള്ളാഹ് അങ്ങനെയാണ്. അള്ളാഹ് പാപം പുറത്തരാൻ തയ്യാർ, അള്ളാഹ് കരുണ കാണിക്കാൻ തയ്യാറാണ്. അള്ളാഹിന്റെ കാരുണ്യത്തിന് വേണ്ടി നമ്മൾ അധ്വാനിക്കാം. അള്ളാഹുവിന്റെ ഖുർആനിലൂടെ അറിവിന്റെ സമ്പാദനത്തെ നമ്മൾ പരിപോഷിപ്പിക്കുക. നാഫിആയ ഇൽമിന് വേണ്ടി നമ്മൾ തിരഞ്ഞു നടക്കുക. അത്തരം മജ്ലിസുകൾ അള്ളാഹുവിന് ഈ ഭൂമി ലോകത്തെ ഏറ്റവും ഇഷ്ടപ്പെട്ട മജ്ലിസുകളാണ് ഇൽമിന്റെ മജ്ലിസുകൾ. അവിടെ കാരുണ്യത്തിൻ്റെ മലക്കുകൾ ചിറകി വിരിച്ചിരിക്കുന്നു. ഇൽമിന്റെ സദസ്സ് പിരിയുന്നത് വരെ മലായിക്കത്തുകൾ അവിടെയുള്ള പഠിതാക്കൾക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്തിക്കൊണ്ടിരിക്കുന്നു. നമ്മളിങ്ങനെ ഇരുന്നാൽ അവിടെ വന്ന് ഇരുന്ന് കേട്ട് ശ്രോതാവായാൽ അവന് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്തിക്കൊണ്ടിരിക്കുന്നു. പഠിക്കുകയാണെങ്കിൽ അവനേക്കാൾ നല്ലൊരു പഠിതാവില്ല. ഖുർആൻ പഠിക്കുന്നവനേക്കാൾ വലിയ ഒരു സർട്ടിഫിക്കറ്റ് നമുക്ക് വേണ്ട. ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമ. കേരളത്തിൽ നൂറുകണക്കിന് പള്ളികളും മദ്രസകളും അതിനപ്പുറം ഓരോ പ്രദേശങ്ങളിലും ഈ കഴിഞ്ഞ 2-3 മാസങ്ങളിലായി അതിനുവേണ്ടി രംഗത്തിറങ്ങി പുതിയ പുതിയ സ്ഥലങ്ങളിൽ, ഏരിയകളിൽ ഖുർആൻ പഠന സംഗമങ്ങൾ, ഖുർആൻ ക്ലാസ്സുകൾ ആരംഭിച്ചു. ക്ലാസ് എടുക്കാൻ ആളൊരു സ്ഥലത്ത് ക്ലാസ് എടുക്കുന്നത് ചുമട്ടുതൊഴിലാളിയായ ഒരു മനുഷ്യനാണ്. CITUവിൻ്റെ ചുമട്ടുതൊഴിലാളിയാണ് QHLSൻ്റെ അധ്യാപകൻ. കാരണം അദ്ദേഹം ഖുർആൻ പഠിച്ചു, ദീന് പഠിച്ചു, കിട്ടുന്ന 10 ആൾക്കത് പഠിപ്പിക്കാൻ തുടങ്ങി. പല പ്രദേശങ്ങളിലും ചെന്ന് കഴിയുമ്പോൾ നമ്മൾ കാണാണ്, സൗകര്യങ്ങളില്ല, ഷെഡുകളിൽ, ഏതൊക്കെയോ ചെറിയ ചെറിയ വീടുകളിൽ അവർ 10 ആളെങ്കിലും വെച്ച് ദീന് പഠിപ്പിക്കാനുള്ള ചാൻസ് അവർ ഉപയോഗപ്പെടുത്തുക. പള്ളിയുടെ കീഴിൽ നടക്കുന്ന വിജ്ഞാന സദസ്സുകൾ, CRE പോലെ, വിജ്ഞാനവേദികൾ പോലെ നമുക്ക് ഊർജം പകരുന്ന സദസ്സുകൾ അധികരിപ്പിക്കുകയും അതിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുകയും
അതിലൂടെ ഒരു മഹല്ലിന് അല്ലെങ്കിൽ ഒരു മദ്രസ, പള്ളി പോലെയുള്ള ഒരു സംവിധാനങ്ങൾക്ക് ഒരു ഊർജം പകരാനുള്ള പദ്ധതികളെ പറ്റി നമ്മൾ നന്നായി ആലോചിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ദീനി രംഗത്ത്, ദഅവാ രംഗത്ത് കൂടുതൽ കരുത്തോടെ, ശക്തിയോടെ, ഊർജത്തോടെ പ്രവർത്തിക്കാനുള്ള കരുത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, മഹാനായ മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ ജീവിത ചരിത്രത്തിൽ നിന്ന് ഗുണപാഠങ്ങളിലേക്കാണ് നമ്മൾ 19ാമത്തെ ആയത്ത് മുതൽ പഠിച്ചു വന്നു തുടങ്ങിയത്. കഴിഞ്ഞ അവസരത്തിൽ മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ സുപ്രധാനമായ ഒരു പ്രാർത്ഥന നമ്മൾ പഠിക്കുകയുണ്ടായി. റബ്ബി ഇശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഒന്ന് ഓതി നോക്കി നമുക്ക് അവിടെ മുതൽ ആയത്ത് ഖാല റബ്ബി ഇശ്റഹ് ലി മുതൽ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ഖാല റബ്ബി ഇശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അപ്പോൾ മൂസാ നബി അലൈഹി സ്വലാം അള്ളാഹിനോട് ചോദിച്ച ഒന്നാമത്തെ കാര്യം റബ്ബി ഇശ്റഹ് ലി സ്വദ്രി. അർത്ഥം, റബ്ബേ എൻ്റെ ഹൃദയത്തിന് വിശാലത നൽകുന്നു. പിന്നെ പറഞ്ഞത് വയസ്സിർ ലി അംരി, എൻ്റെ കാര്യങ്ങളൊക്കെ എളുപ്പാക്കി തരണേ. പിന്നെ എനിക്കൊരു പ്രശ്നമുണ്ട്, അതൊന്ന് പരിഹരിച്ചു തരണം. വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി, എൻ്റെ നാവിനുള്ള കെട്ടുകൊടുക്കുകളും കുടുസതയ്ക്കുന്ന എന്നെ അഴിച്ചു മാറ്റിത്തരണേ. യഫ്ഖഹു ഖൗലി, ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ അവരൊന്ന് ഗ്രഹിച്ച് മനസ്സിലാക്കുന്നവരാകി മാറണേ. ഇത് പറയാം. എന്നിട്ട് അദ്ദേഹത്തിന് മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ ഒരു ഭയമുണ്ട്. ഒറ്റക്കങ്ങ് ചെന്ന് അവിടെ പറയാൻ, ഒന്നീ സംസാര പ്രശ്നവും, മറ്റൊന്ന് ആ കൊട്ടാരത്തു നിന്ന് പുറത്തിറങ്ങി വന്നപ്പോൾ അവിടുന്ന് ഉണ്ടാകുന്ന ഒരു പ്രയാസം, അവിടുന്ന് ഒരിക്കൽ പുറത്ത് ചാടിയപ്പോൾ തിരിച്ചങ്ങോട്ടേക്ക് തന്നെ ചൊല്ലുമ്പോൾ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളൊക്കെ കാരണം കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പറയാണ്, എനിക്ക് ഒരാളും കൂടെ വേണം. ഹാറൂന അഖീ, എനിക്കെൻ്റെ സഹോദരനായ ഹാറൂനെ കൂടി എനിക്കൊരു വസീറാക്കിയിട്ട് തരണമെന്ന് വീണ്ടും ആവശ്യപ്പെടുകയാണ്. അതാണ് നമുക്കിന്ന് പഠിക്കാനുള്ളത്. നമ്മൾ ആയത്തുകൾ ശ്രദ്ധിക്കാം. 20ാമത്തെ അധ്യായം 29ാമത്തെ സൂറത്ത് നമ്മുടെ പുസ്തകം കയ്യിലുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. 85ാമത്തെ പേജിലാണുള്ളത്. ആ പുസ്തകം മേടിക്കാത്തവരുണ്ടെങ്കിൽ ഇനി അതിനനുസരിച്ച് നോട്ടുകളും അതിൽ എഴുതാനും പഠിക്കാനും മാർക്ക് ചെയ്യാനൊക്കെ ഉണ്ടാകും. അതിൻ്റെ പൈസയും കാര്യങ്ങളൊക്കെ അതിൻ്റെ കോർഡിനേറ്ററെ ഏൽപ്പിക്കുക. പുസ്തകം കിട്ടാത്തവർ ഇവിടെ വന്ന് ഇവിടെ പുസ്തകം ഇവിടെ ഇരിക്കുന്നുണ്ട്, ആവശ്യക്കാരുണ്ടെങ്കിൽ ചോദിക്കാം. ഇതിൽ ഇന്ന് നമ്മൾ പഠിക്കുന്ന ആയത്ത് 29ാമത്തെ ആയത്ത് മുതലാണ്. അതൊന്ന് ശ്രദ്ധിക്കാം. ഞാൻ ഓതുന്നത് വജ്അൽനി വസീറൻ മിൻ അഹ്ലി ഹാറൂന അഖീ ഉശ്ദുദ് ബിഹി അസ്രി വഅശ്രിക്ഹു ഫീ അംരി. ഈ ആയത്തുകൾ ഓതുമ്പോൾ വജ്അല്ലി, അവിടെ വജഅല്ലി എന്നായി പോകരുത്, അർത്ഥങ്ങൾ മാറും. വജ് ജാക്ക് സുക്കൂൻ തന്നെ വരണം. വജ്അല്ലി, 2 ലാമുണ്ട്. വജ്അല്ലി വസീറൻ മിൻ അഹ്ലി ഹാറൂന അഖീ ഉശ്ദുദ് ബിഹി അസ്രി വഅശ്രിക്ഹു ഫീ അംരി. ഒന്ന് ഞാൻ ഓതി തരുന്ന ഭാഗവത വജ്അല്ലി വസീറൻ മിൻ അഹ്ലി വജ്അല്ലി വസീറൻ മിൻ അഹ്ലി ഹാറൂന അഖീ ഹാറൂന അഖീ ഉശ്ദുദ് ബിഹി അസ്രി
ഉഷ്ദുദ് ബിഹി അസ്രി വഅശ്രിക്ഹു ഫീ അംരി وأشركه في أمري واجعل لي وزيرا من أهلي واجعل لي وزيرا من أهلي هارون أخي اشدد به أزري وأشركه في أمري واجعل لي وزيرا من أهلي. ഓതുമ്പോൾ അർത്ഥമൊക്കെ പഠിക്കുന്നതിന് മുമ്പ് നമ്മൾ പഠിക്കേണ്ടതാണ്, ഓതുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ്. വജഅല എന്ന് പറഞ്ഞാൽ അള്ളാഹു ആക്കി എന്നാണ്. ഇജ്അൽ എന്ന് പറഞ്ഞാൽ എന്നെ ആക്കണം എന്നാണ്. രണ്ടും തമ്മിൽ വ്യത്യാസമാണ്. അതുകൊണ്ടാണ് വജ എന്ന് പറയുന്നത്. വജ്അൽ ലി, എനിക്ക് ആക്കി തരണം എന്നുള്ളതാണ് അർത്ഥം. വസീർ അല്ല, വസീറാണ്. വസീർ സായ്, അറബിയുടെ പ്രത്യേകത അതാണ്. സെയ്ദ് അല്ല, സെയ്ദാണ്. സുബൈർ അല്ല, സുബൈറാണ്. അതേപോലെ ചില വാക്കുകൾ നമ്മൾ അറിയാതെ അങ്ങനെ പറഞ്ഞു പോകുന്ന കുറെ പ്രയോഗങ്ങൾ, പേരുകളൊക്കെ ഉണ്ട്. അതൊക്കെ വലിയ വ്യത്യാസം. ഖദീജ അല്ല, ഖദീജ അല്ല, പിന്നെന്താ? ഖദീജയാണ്, ഖദീജയാണ്. അങ്ങനെ ഉള്ള പല പേരുകൾ പോലും നമുക്ക് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും അതിന്റെ ഒറിജിനാലിറ്റി നഷ്ടപ്പെടുന്നു. ഉമ്മർ, ഉമ്മർ അല്ല, ഉമർ, ഉമർ. ഉസ്മാൻ അല്ല, ഉസ്മാൻ. നമ്മളെങ്ങാനും ഇപ്പൊ നാട്ടിൽ പോയി ഉസ്മാനേന്ന് വിളിച്ചാല് നമുക്ക് എന്താ പറ്റിയെന്ന് ചോദിക്കും ആൾക്കാർ. അതാ പ്രശ്നം. ഇപ്പൊ തിരുത്തുന്നവരെ ഭയങ്കര ദേഷ്യമാണ്, തിരുത്തുന്നവരെ ഭയങ്കര ദേഷ്യമാണ് എല്ലാ കാലഘട്ടത്തിലും. ആരാണോ തിരുത്തുന്നത് അവരെ ദേഷ്യം. നാട്ടിനനുസരിച്ച് ഇങ്ങനെ വിളിക്കുന്നതനുസരിച്ച് ഇങ്ങനെ പോവുകയാണെങ്കിൽ ആർക്കും പ്രശ്നം, എല്ലാവർക്കും ഭയങ്കര ഇഷ്ടം. ഈ എൻ്റെ പേര് പ്രശ്നമാണെന്ന് ഒരാളോട് പോയി പറഞ്ഞാൽ പിന്നെ അയാൾ നമ്മളെ ഭയങ്കരമായിട്ട് വിമർശിക്കാൻ തുടങ്ങുക. എന്താ ഇപ്പോൾ ഒരു പേരിന് എന്താ പ്രശ്നം, പേരിൽ എന്തിരിക്കണം, പേരെന്തായാലും എന്താ കുഴപ്പം. പക്ഷെ നേരെ തിരിച്ചിട്ട് കേട്ടോ, നേരെ തിരിച്ചെത്രയോ മനുഷ്യന്മാരുണ്ട്. ഒരു പേരിൽ എന്തെങ്കിലും പ്രശ്നം വരുമോ എന്ന് പേടിച്ചിട്ട് ചോദിച്ച് മനസ്സിലാക്കി ശരിക്കും അന്വേഷിച്ചുകൊണ്ട് അത് ചെയ്യുന്ന ആൾക്കാരുണ്ട്. വസീർ അല്ല, വസീറം മിൻ അഹ്ലി, മിൻ അഹ്ലി. ഹാറൂൻ, ആ രണ്ടും ഒരേ ഹാ അല്ല. ഹാറൂന തുറന്ന ഹാണ്. ഹാറൂന, ഹാറൂന എന്നല്ല, ഹാറൂന. അഖീ, അഖീ. ഇസ്തുദ് അല്ല, ഉഷ്ദുദ്. കാരണം മൂന്നാമത്തെ അക്ഷരം ലമ്മാണ്. ഉഷ്ദു, ഉഷ്ദുദ്. ബിഹി അസ്രി, അതാ പറഞ്ഞത്. അസ്രി അല്ല, അസ്രി. അറബിന്റെ പ്രത്യേകതയാണ്, മലയാളത്തിൽ ഇല്ലാത്ത അക്ഷരാണ് സ. വഅശ്രിക്ഹു ഫീ അംരി അല്ല, അംരി. ഫീ അംരി, വഅശ്രിക്ഹു ഫീ അംരി. ഈ ആയത്ത് അങ്ങനെ ഓതുമ്പോൾ തന്നെ, ഏതായത്തോളം അങ്ങനെ തന്നെ ഓതുമ്പോൾ തന്നെ അതിൻ്റെ നിയമവശങ്ങളും അതിൻ്റെ ഓതുന്ന രൂപവും അക്ഷരങ്ങളൊക്കെ പഠിച്ചങ്ങനെ പോകുമ്പോൾ ലളിതമായി നമുക്ക് അത് ഓതുന്നിടത്ത് തെറ്റുകൂടാതെ ഓതാൻ കഴിയും. ഒന്നുകൂടി ഓതി നോക്കി. വജ്അൽ ലീ വസീറൻ മിൻ അഹ്ലി ഹാറൂന അഖീ ഉഷ്ദുദ് ബിഹി അസ്രി വഅശ്രിക്ഹു ഫീ അംരി. നബി അലൈഹിസ്സലാം അള്ളാഹുവിൻ്റെ മുമ്പിൽ ഒരു വലിയ ദൗത്യം ഏറ്റെടുത്ത് പോകുമ്പോൾ ചില സഹായങ്ങൾ ആവശ്യപ്പെടുകയാണ്. എന്നിട്ട് അല്ലാഹു തആലയോട് പറഞ്ഞു, വജ്അൽ ലി, അല്ലാഹുവേ എനിക്ക് ഏർപ്പാടാക്കി തരണം, എനിക്ക് നിശ്ചയിച്ചു തരണം. വസീറൻ, ഒരു വസീറിനെ, ഒരു സഹായിയെ, ഒരു പ്രതിനിധിയെ എനിക്ക് തരണം. ഞാൻ ഇവിടെ ഉണ്ടാകുമ്പോൾ വേറെ ആളെന്തിനാന്ന് ചോദിച്ചില്ല.
എന്നെ ചോദ്യം ചെയ്യാൻ, എൻ്റെ കൂടെ വരാൻ നിനക്ക് ക്വാളിഫിക്കേഷൻ ഉണ്ടോ എന്ന് തോന്നിയില്ല. ഞാൻ ഇവിടെ ഉണ്ടാകുമ്പോ പിന്നെ വേറൊരാളെ ഇടപെടണമെന്നുള്ള ചിന്തയൊന്നും ഒരു വലിയ നബിക്ക് തോന്നിയില്ല. എനിക്ക് ചില ദുർബലതയുണ്ട് എന്ന് കണ്ടറിഞ്ഞ് മനസ്സിലാക്കിയിട്ട് വജഅല്ലി വസീറ, അല്ലാഹുവേ എനിക്കൊരു സഹായിയെ നിശ്ചയിച്ചു തരണേ, മിൻ അഹ്ലി, എവിടുന്ന്? എൻ്റെ കുടുംബത്തിൽ നിന്നൊരാളെ തരണം. എന്നെ അറിയുന്ന, എന്നെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന, എനിക്ക് പിന്തുണയാകാൻ കഴിയാവുന്ന, ശക്തി പകരാൻ കഴിയാവുന്ന ഒരാളെ എൻ്റെ കുടുംബത്തിൽ നിന്ന് എനിക്ക് തരണേ. ആരാണത്? എന്നിട്ട് പേരടക്കം അങ്ങോട്ട് പറഞ്ഞു കൊടുത്തു. എൻ്റെ സഹോദരനെ തന്നെ കിട്ടിയാൽ മതി. ഹാറൂന, ഹാറൂനിനെ, അഹീ, എൻ്റെ സഹോദരനായ ഹാറൂനിനെ തന്നാ മതി. മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ പേര് മൂസ ബിൻ ഇമ്രാൻ എന്നാണ്. ഹാറൂൻ നബിൻ്റെ പേര് ഹാറൂൻ ബിൻ ഇമ്രാനാണ്. മൂസാ നബിനേക്കാൾ 4 വയസ്സോളം മൂപ്പുള്ള ആളാണ് ഹാറൂൻ നബി എന്നാണ്, ജ്യേഷ്ഠനാണ് ഹാറൂൻ നബി എന്നാണ് ഖുർആൻ പരിചയപ്പെടുത്തുന്നത്. മൂസാ നബിയേക്കാൾ കാന ഫസീഹൻ വ മുതഹദ്ദിസൻ, വാക്ചാതുരിയും സംസാര വൈഭവവുമുള്ള വ്യക്തിയായിരുന്നു ഹാറൂൻ നബി അലൈഹിസ്സലാം. അതുകൊണ്ടാണ് ആ പേരെന്നെ പറഞ്ഞത്. ഹാറൂന അഖി, എൻ്റെ സഹോദരനായ ഹാറൂനിനെ തരണേ. വിശുദ്ധ ഖുർആനിൽ 20 തവണ ഹാറൂൻ നബിയുടെ പേര് പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. മൂസാ നബിൻ്റെ പേര് എത്ര തവണ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ അന്ന്? 136 സ്ഥലത്ത് മൂസാ നബിൻ്റെ പേര് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. ഹാറൂൻ നബിൻ്റെ പേരും 20 സ്ഥലങ്ങളിൽ വന്ന. സൂറത്തുൽ അറാഫിൻ്റെ 122 അവിടെ എഴുതി വെക്കുക. താഴത്തുള്ള സ്പേസ് അതിനു വേണ്ടിയുള്ളതാണ്. എന്തെങ്കിലും പ്രത്യേകിച്ച് ഒരു ആയത്തിൽ നോട്ട് ചെയ്യേണ്ട കാര്യങ്ങളുണ്ടെങ്കിൽ ആ ആയത്തിൻ്റെ താഴെ തന്നെ എഴുതിയാൽ മതി. ആയത്തിൻ്റെ താഴെ തന്നെ സൂറത്തുൽ അറാഫിൻ്റെ 122 അവിടെ ഒരായത്തിൽ കാണാം, റബ്ബി മൂസാ വ ഹാറൂൻ, മൂസാ നബിയുടെയും ഹാറൂനിൻ്റെയും റബ്ബ്, അവർ പരിചയപ്പെടുത്തി കൊടുക്കുന്ന റബ്ബിനെ പറ്റി പറഞ്ഞു. സൂറത്ത് അറാഫിൻ്റെ 142 പറയുന്നുണ്ട്. അറാഫിൻ്റെ 142 വഖാല മൂസാ ലി അഖീഹി ഹാറൂൻ, മൂസാ നബി തൻ്റെ സഹോദരനായ ഹാറൂനിനോട് പറഞ്ഞു. പേനല്ലാത്തവർ ചോദിച്ചു മേടിക്കാൻ പേന അവിടെ ഇരിക്കുന്നുണ്ട്, പേനകളുണ്ട്. ഹാറൂനിനോട് പറഞ്ഞു, ഉഖ്ലുഫ്നി ഫീ ഖൗമി, ഞാൻ തൗറാത്ത് മേടിക്കാൻ പോവുകയാണ്, എൻ്റെ പകരം ഈ ഖൗമിൻ്റെ ഉത്തരവാദിത്വം നിന്നെ ഏൽപ്പിക്കാൻ പോവാണ്. അതിലെന്ത് പഠിച്ചു? നമ്മളൊരു ഉത്തരവാദിത്വം ഉണ്ടെങ്കിൽ നമ്മൾ ഗൾഫ് പോവുകയാണ്, 6 മാസം ബാംഗ്ലൂരിൽ പോവുകയാണ്, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ വേറെ ഒരാളെ ആ ജോലി, ആ ഉത്തരവാദിത്വം, അമാനത്ത് ഏൽപ്പിച്ചിട്ട് പോകണം. കാലിയായി കിടക്കാൻ പാടില്ല. നമ്മൾ ചെയ്യും. കച്ചവടത്തിലൊക്കെ ആണെങ്കിൽ നമ്മൾ എന്തായാലും ഒരാളെ ഏൽപ്പിച്ചിട്ട് പോവുള്ളൂ. അതേപോലെ നമ്മൾ ഏറ്റെടുത്ത അമാനത്തായ ഡ്യൂട്ടികൾ ഉണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും തടസ്സം വന്നാൽ അത് വേറൊരാളെ ഏൽപ്പിച്ചിട്ട് പോകണം. അമാനത്ത് അത്ര വലിയ കാര്യമാണ്. മൂസാ നബി അലൈഹി സ്വലാം ഒരു വഴിക്ക് പോവുകയാണ്. അപ്പോൾ എൻ്റെ പകരം ഖൗമിൻ്റെ ഉത്തരവാദിത്വം നീ നോക്കണം. അങ്ങനെ ആയത്തിൽ പറയുന്നുണ്ട്. അതേപോലെ സൂറത്ത് ഫുർഖാനിൽ 35 ഹാറൂൻ നബിനെ പറ്റി ഇതേപോലെ പറയുന്നുണ്ട്. വജഅൽനാ മഅഹു അഖാഹു ഹാറൂന വസീറാ, മൂസാ നബിനെ കൂടെ സഹോദരനായി ഹാറൂനിനെ വസീറാക്കി. ഫുർഖാൻ സൂറത്ത് 35 ആയത്ത്. പിന്നെ സൂറത്ത് സ്വാഫാത്തിന്റെ 120 സ്വാഫാത്ത് സൂറത്തിൽ കുറെ നബിമാരുടെ പേര് പറയുമ്പോൾ തന്നെ പറയുന്നുണ്ട് സലാമുൻ അലാ ഇബ്രാഹിം. പിന്നെ കാണാം 120 ആയത്തിൽ സലാമുൻ അലാ മൂസാ വ ഹാറൂൻ, മൂസാ നബിയിലും ഹാറൂനിലും അല്ലാഹുവിൻ്റെ സലാമുണ്ട്, അല്ലാഹുവിൻ്റെ സമാധാനമുണ്ട്. ഹാറൂന, നിങ്ങൾ നോക്കി മൂസാ നബിൻ്റെ കുടുംബ ചരിത്രങ്ങൾ വായിച്ചു നോക്കി. എന്തൊരു കുടുംബം ആലോചിച്ച് നോക്കി. മൂസാ നബിൻ്റെ ഉമ്മാനോട് പറഞ്ഞു കുട്ടിനെ പിടിച്ച് നൈൽ നദിയിൽ ഒഴുക്കിക്കളയണം. ഉമ്മ അത് രക്ഷപ്പെടുവോന്നോ എന്തു സംഭവിക്കുന്നു ഒന്നും അറിയാതിരുന്നിട്ട് പോലും ആ കൽപ്പനയെ അല്ലെങ്കിൽ ആ തോന്നലിനെ, ആ ചിന്തയെ അംഗീകരിക്കുകയും അവിടുന്ന് നൈൽ നദിയിൽ ഒഴുക്കി വിടുകയും ചെയ്യാം. അതൊരു തവക്കുലിൻ്റെ വല്ലാത്തൊരു ശക്തിയാണ്. ഒരു ഉമ്മാക്ക് സ്വന്തം കുഞ്ഞിനെ കയ്യിൽ നിന്ന് വിട്ടുകൊടുക്കുക എന്ന് പറഞ്ഞാൽ എത്ര പ്രയാസം ഉണ്ടാവും എന്ന് ആലോചിച്ച് നോക്കി. പക്ഷെ അത് അള്ളാഹുവിൻ്റെ ഒരു സഹായം കിട്ടാണ്. ഇനി മൂസാ നബിയുടെ കുടുംബത്തിൽപ്പെട്ട അടുത്ത ആള് പെങ്ങള്.
ഈ പെട്ടി പോണ സ്ഥലത്ത് കൂടെ പോയി നോക്കാണ്ട് ഇത് എവിടേക്കാ പോണത്, എവിടെ വീഴ, എവിടേക്കാ സംഭവിക്കുന്ന അറിയാൻ വേണ്ടിയിട്ട് കൂടെ അതിൻ്റെ ബാക്കിൽ പുഴയെ കൂടില്ല സൈഡിലൂടെ പോയി അന്വേഷിച്ച് നടക്കുക. അങ്ങനെ ഒരു ടീമിന് കിട്ടുകയാണ്. അവർ കൊണ്ടുവന്നത് കൊട്ടാരത്തൊക്കെ അങ്ങനെ പെങ്ങളിങ്ങനെ വാച്ച് ചെയ്ത് നടക്കുകയാണ്. എന്തേ? പെങ്ങന്മാരുടെ മനസ്സ് ആങ്ങളമാരോട് സഹോദരന്മാരോട് നല്ലൊരു അറ്റാച്ച്മെൻ്റ് ഉണ്ടാവും. ഇന്ന് നമ്മളെ നാട്ടിൽ കാണുന്ന വലിയൊരു വിരോധാഭാസം കാണും. ഒരു പക്ഷേ കുട്ടിയാണ കാലത്ത് നമ്മളെ നോക്കിയത് ഉമ്മ കഴിഞ്ഞാൽ പിന്നെ നോക്കിയത് പെങ്ങളേക്കും. ചിലപ്പോൾ ഉമ്മ വീട്ടിലില്ലാത്ത സാഹചര്യത്തിൽ നമ്മളെ നോക്കിയത് പെങ്ങളായിരിക്കും. ചിലപ്പോൾ ഭക്ഷണം ഉണ്ടാക്കി തന്നതും കുളിപ്പിച്ചതും നമ്മളെ പെങ്ങളായിരിക്കും. കാലങ്ങൾ കഴിഞ്ഞ് അമ്മക്ക് വീടും കുട്ടികളും ഭാര്യയും കുടുംബമൊക്കെ ആയപ്പോൾ പെങ്ങൾ വേണ്ടാതാവാണ്. ഉമ്മാനും വാപ്പാനും മാത്രം നോക്കിയാൽ പോരാ, നമുക്ക് പെങ്ങളുണ്ടിച്ചെങ്കിൽ പെങ്ങന്മാർ. നമ്മുടെ ഉമ്മ മരിച്ചാൽ പിന്നെ ഉമ്മയുടെ പോസ്റ്റ് ആർക്കാ? പകോ ആർക്കാ? ഏത് പെങ്ങൾക്കാ? മൂത്ത പെങ്ങൾക്ക്. ഉമ്മ ജീവിച്ചിരിപ്പുള്ള കാലത്ത് ഉമ്മാനോട് പോയിട്ട് ഉമ്മ ഞാൻ പോവാട്ടെന്ന് പറയില്ലേ? ആ റോള് താത്ത ഞാൻ പോവാട്ടോ, ഞാൻ എത്ര ദിവസം കഴിഞ്ഞിട്ട് വരുള്ളൂ, റോളാണ് കൈമാറുന്ന ആളാണ്. ആ പെങ്ങളോട് വഴക്കിട്ട് തല്ലുകൂടി നടന്നിട്ട് എന്താ കിട്ടുക? നമ്മുടെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ നമുക്ക് തണലാകാൻ സാന്ത്വനമാകാൻ മൂസാ നബിന്റെ പെങ്ങളുടെ ചരിത്രം പഠിക്കുന്നുണ്ട്. മൂസാ നബിന്റെ സഹോദരൻ ഹാറൂൻ ആൾ ഉഷാറാണ്, മിടുക്കനാണ്, സംസാര ചാതുരിയുള്ള ആളാണ്, അതുകൊണ്ട് എനിക്ക് സഹായിയായി തരണം. ഒരു കുടുംബം ഒന്നടങ്കം ഒരു പ്രത്യേക നല്ല ഒരു അന്തരീക്ഷത്തിൽ ഉണ്ടാക്കിയെടുക്കുക. കുടുംബപരമായ വിജ്ഞാന സദസ്സുകളും കുടുംബത്തിൻ്റെ ഇത്തരത്തിൽ എല്ലാവരും ദീനി പഠിതാക്കളായാൽ കുടുംബം ഒന്നടങ്കം നന്മയിലാകും. കുടുംബത്തിലെല്ലാവരും ആരെങ്കിലും ഒരാളോ ദീൻ ഒഴിവാക്കാൻ തുടങ്ങിയാൽ ആകെ പ്രശ്നമായിരിക്കും. കഴിഞ്ഞ ദിവസം നമ്മൾ കുടുംബയാത്രകളിലായി പോയപ്പോൾ ഒരു കുടുംബത്തിൽ ചെന്നു. 2 ഏക്കർ ഭൂമിയിലാണ് ഒരു വീട് നിൽക്കുന്നത്. 2 ഏക്കർ ഭൂമിയുണ്ട്, അതിലെ ഒരു മൂലയിലാണ് ഒരു വീട് നിൽക്കുന്നത്. അപ്പോൾ വീടെന്ന് പറഞ്ഞാൽ ശരിക്കും ബാത്റൂമിന് പോലും ഒരു വാതിലില്ല. മൂത്രമൊഴിക്കാൻ പോയ ബാത്റൂമിന് വാതിൽ ശരിക്കില്ല. വീടിൻ്റെ പല ഭാഗത്തും ഓട് വരെയാണ് വീഴാനായി നിൽക്കുന്നത്. നിലം മുഴുവൻ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുകയാണ്. എന്താണ് നിങ്ങളിത്? ഒന്നുകിൽ വീട് നന്നാക്കുക, അല്ലെങ്കിൽ ഇത് വിറ്റ് എവിടെയെങ്കിലും പോയി വേറെ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് പോയി താമസിക്കുക. ഒരു വാഹനം പോലും ശരിക്കും വരും. അപ്പോൾ അദ്ദേഹം പറയാണ്, എൻ്റെ മകനെ കൊണ്ടാണ് ഞാൻ ആകെ പ്രയാസപ്പെട്ടത്. മകൻ ബാപ്പയോടും ഉമ്മയോടും ആ ഒരു മകനുള്ളൂ. ആ മകൻ ബാപ്പയെയും ഉമ്മയെയും ദ്രോഹിക്കുക. മകൻ ഇപ്പുറത്തൊരു വീടുണ്ടാക്കിയിട്ടുണ്ട്. ആ വീട്ടിൽ മകന് താമസിക്കാൻ പറ്റണില്ല. 28 ലക്ഷത്തിൻ്റെ വീട് ഇവിടെ കിടക്കുന്നുണ്ട്. ആ വീട്ടിൽ മകൻക്ക് താമസിക്കാൻ കഴിയില്ല. എന്തോ ഷെറുണ്ട് എന്നാ പറയുന്നത്. അപ്പോൾ ഈ ഷെറ് തീർക്കാൻ വേണ്ടി മകൻ ഒരു ഉസ്താദിൻ്റെ അടുത്ത് പോകും. ഉസ്താദ് പറയും, നീ നിൻ്റെ വീടിൻ്റെ ഇന്ന സൈഡിൽ ഇന്ന സാധനം കുഴിച്ചിട്ടാൽ മതി. കൊണ്ടുപോയിട്ട് രാത്രി എണീറ്റിട്ട് കൊണ്ടുപോയി കുഴിച്ചിട്ടു. അടുത്ത ദിവസം ഉമ്മയും വാപ്പയും പാടെ ഈ ഉസ്താദിൻ്റെ അടുത്ത് ചെല്ലും. ഉസ്താദ് പറയും, അത് നിങ്ങളെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു പ്രശ്നമുണ്ട്. നിങ്ങളതിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തൊരു സാധനം ഉണ്ടാവും. ഉണ്ട്, അവിടെ ഉണ്ടാവും സാധനങ്ങൾ, പോയി നോക്കി. അപ്പോൾ 2 ഒരാളേത്തേക്കാണ് പോണത്. 2 പൈസ ഇട്ടാണ്. പിന്നെ പ്രശ്നം ആര് തമ്മിലാ? ഇവർ തമ്മിൽ പ്രശ്നമാകാൻ തുടങ്ങും. ബാപ്പയും മക്കളും തമ്മിലും. നിങ്ങൾ എനിക്ക് വേണ്ടി അങ്ങനെ ചെയ്തു, നിങ്ങൾ ഇന്നെ അങ്ങനെ ആക്കി, മറ്റുള്ള ഇങ്ങനെ ആക്കി. ഒരു സന്തോഷം വരില്ല. അവർ 2 പെങ്ങന്മാർ വിഷമത്തോടെ പറയാം, ഞങ്ങൾക്ക് ആകെയുള്ള ഒരു ആങ്ങളെയാണ്. അത് വിളിക്കൂല, ഞങ്ങളത്തേക്ക് വരൂല, ഞങ്ങളോട് സംസാരിക്കൂല. ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ, നമ്മളെ വീട്ടിലെ ഒന്നടങ്കം ദീന് പഠിക്കുന്ന കുടുംബമായി മാറിയാൽ നമുക്ക് എത്ര ആശ്വാസമായിരിക്കും. സന്തോഷകരമായ നല്ല നിമിഷങ്ങൾ നമ്മുടെ വീടിനകത്തുണ്ടാക്കാൻ കഴിയും. എൻ്റെ സഹോദരനായ ഹാറൂനിനെ എനിക്ക് തരണം. അവൻ എനിക്ക് സഹായിയാണ്, അവൻ എനിക്ക് സപ്പോർട്ടാണ്. എന്തുകൊണ്ടാണ്? അവൻ എന്നേക്കാൾ സംസാരിക്കാൻ കഴിയുന്ന ആളാണ്. ഇത് സൂറത്തുൽ ഖസസിന്റെ വിശദീകരണം വായിക്കുമ്പോൾ മഹാനായ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, മൂസാ നബി അള്ളാഹിനോട് പറയാണ്, ഖാല റബ്ബി ഇന്നി ഖതൽതു മിൻഹും നഫ്സ. അല്ലാഹുവേ, ഞാൻ ആ ഫിർഔനിന്റെ സംഘങ്ങളിൽപ്പെട്ട ഒരാളെ അബദ്ധവശാൽ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഫഖാഫു അൻ യഖ്തുലൂൻ, അവരെന്നെ കൊല്ലുമോ എന്ന് എനിക്ക് പേടിയുണ്ട്. അതിനാണ് കൂടെ ഒരാൾ വേണമെന്ന് പറഞ്ഞത്.
വഅഖീ ഹാറൂനു ഹുവ അഫ്സഹു മിന്നീ ലിസാനാ, എന്റെ സഹോദരനായ ഹാറൂൻ എന്നേക്കാൾ സംസാര ചാതുരിയുള്ള വ്യക്തിയാണ്. ഫാർസിൽഹു മഅ യരിദ് അൻ യുസദ്ദിഖുനീ, എന്നെ സത്യപ്പെടുത്താൻ, എനിക്ക് പിന്തുണയാകാൻ എന്റെ കൂടെ അവനെ ഒന്ന് അയച്ചു തരണം. ഇന്നി യഖാഫു അൻ യുകദ്ദിബൂൻ, അവരെല്ലാം എന്നെ നിഷേധിക്കുമോ എന്ന് എനിക്ക് ഭയമുണ്ട്. നീ ഒന്നും പറയണ്ട, ഈ നാൾ ഇവിടുന്ന് അങ്ങനെ ഇറങ്ങി പോയതല്ലേ എന്ന് പറയുമോ എന്ന് എനിക്ക് പേടിയുണ്ട്. قال سنشد عضدك بأخيك ونجعل لكما سلطانا, അല്ലാഹു പറയാണ്, ഒന്നും പേടിക്കണ്ട, നിന്റെ സഹോദരനിലൂടെ നിനക്ക് ഞാൻ കൂടുതൽ ശക്തി തരാം, നിങ്ങൾക്ക് രണ്ടുപേർക്കും തെളിവ് തരാം. ഫലാ യസിലൂന ഇലൈകുമാ ബിആയാതിനാ അൻതുമാ വമൻ ഇത്തബഅകുമൽ ഗാലിബൂൻ, നിങ്ങളും നിങ്ങളെ പിൻപറ്റിയ ആൾക്കാരും ജയിക്കും. പോണേന്റെ മുമ്പ് പറയുന്നത് നിങ്ങളും നിങ്ങളെ പിൻപറ്റിയ ആളുകളൊക്കെ അവിടെ വിജയിക്കും, നീ ധൈര്യമായിട്ട് പോയിക്കോ. എന്നിട്ട് അതിന്റെ വിശദീകരണത്തിൽ പറയാണ്, അള്ളാഹുവിന്റെ തീരുമാനപ്രകാരം ഫിറഔനിന്റെ അടുത്തേക്ക് പോകാൻ നിൽക്കുമ്പോൾ അല്ലദീ ഇന്നമാ ഖറജ മിൻ ദിയാരി മിസ്ർ ഫിറാറൻ മിൻഹു വഖൗഫൻ മിൻ സത്വതിഹി, പേടിച്ചിട്ടാണ് പണ്ട് മിസ്റിന്ന് മൂസാ നബി ഇറങ്ങിപ്പോയത്. ഖുബ്തിയായ മനുഷ്യനെ അബദ്ധവശാൽ ഒരു സംഭവം നടന്നിട്ടുമുണ്ടല്ലോ, അതുകൊണ്ട് അതിൽ പേടിച്ചുകൊണ്ടാണ് പറയുന്നത്. പിന്നെ എന്തിനാണ് എനിക്ക് ഹാറൂനെ വേണമെന്ന് പറഞ്ഞത്? വദാലിക അന്ന മൂസ അലൈഹിസ്സലാം കാന ഫീ ലിസാനിഹി ലുസ്ഗതൻ, മൂസാ നബിക്ക് വിക്കിന്റെ അസുഖം ഉണ്ടായിരുന്നു, സംസാരിക്കുമ്പോൾ അവ്യക്തത വരുന്ന പ്രശ്നം ഉണ്ടായിരുന്നു. ബിസബബി മാ കാന തനാവുലു തിൽകൽ ജമറതി ഹീന ഖുയ്യിറ ബൈനഹാ വബൈന തംറതി അബിദുർറതി. തഫ്സീറിൽ വന്ന വാക്കാണ് കേട്ടോ, ചരിത്രപരമായിട്ട് അതിന് എത്ര പിൻബലം ഉണ്ടെന്ന് അറിയുന്നില്ല. തഫ്സീറിൽ പറയുന്നത് ഒരു ഭക്ഷണം കഴിച്ചപ്പോൾ അതിൽ നിന്നുണ്ടായ എഫക്റ്റ് കാരണം കൊണ്ടാണ് ഈ അസുഖം വന്നത് എന്നാണ്. അങ്ങനെ ഫഹസല ഫീഹി ശിദ്ദതൻ ഫിത്തഅബീർ, പിന്നെ കൂടുതൽ നേരം സംസാരിക്കുമ്പോഴത്തേക്കും വിക്കിന്റെ പ്രയാസം കൂടാൻ തുടങ്ങുന്നു. അതുകൊണ്ടാണ് എൻ്റെ ഉഖ്ദത്തുണ്ട് എന്ന് മൂസാ നബി എന്നെ പറയാൻ തുടങ്ങിയത്. പകരമായി കൊണ്ട് എനിക്ക് അൽ മലിക് അൽ മുതകബ്ബിർ അൽ ജബ്ബാർ അൽ അനീദ്, ഈ ക്രൂരനായ സ്വേച്ഛാധിപതിയായ ആളെടുത്തേക്ക് പോകുമ്പോൾ ആള് വേണമെന്ന് പറയാനുള്ള കാരണവും അതാണ്. വസീറൻ വ മുഈനൻ വ മുഖ്വിയൻ ലിഅംരി, ഒരു വസീറായി സഹായിയായി ശക്തി പകരുന്ന എൻ്റെ കാര്യങ്ങൾക്ക് കൂടുതൽ പിന്തുണ നൽകുന്ന ഒരാളെ എനിക്ക് വേണം. യുസദ്ദിഖുനി ഫീമാ അഖൂലുഹു, ഞാൻ പറയുന്നത് സത്യപ്പെടുത്തുന്ന ഒരാൾ വേണം. അതെ, മൂസ പറഞ്ഞ സത്യമാണ് എന്ന് പറയാൻ. വഅഖ്ബിറൻ വഅഖ്ബറ ബിഹി അനില്ലാഹി അസ്സ വജല്ല, അല്ലാഹുവിനെ പറ്റി പറഞ്ഞു കൊടുക്കാൻ, എനിക്കെന്തെങ്കിലും കുറവ് വന്നാൽ തിരുത്താൻ ആൾ വേണം. ലിഅന്ന ഖബറൽ ഇസ്നൈനി, ഇനി പറഞ്ഞ കാര്യം ശ്രദ്ധിച്ചോളി. ലിഅന്ന ഖബറൽ ഇസ്നൈനി, രണ്ടാളുകൾ ചെന്നൊരു കാര്യം സംസാരിക്കുന്നത് അൻജഉ ഫിൻ നുഫൂസി, മനസ്സുകളിൽ കൂടുതൽ സ്വാധീനമുണ്ടാക്കും. മിൻ ഖബരിൽ വാഹിദി, ഒരാൾ പോയി പറയുന്നതിനേക്കാൾ. നമ്മളൊരു പരിപാടിക്ക് പോയിട്ട് ഒരാളെ ക്ഷണിക്കാൻ പോവാണ്, നിങ്ങൾ ഒരാൾ പോയിട്ട് ഒരു കത്ത് കൊടുക്കുന്നതും നമ്മളൊരു മൂന്നാളൊരു വീട്ടുകൾ ചെന്നിട്ട് കുറച്ചു നേരം വർത്താനം പറഞ്ഞൊരു വിവരം പറയണതും തമ്മിൽ വ്യത്യാസമുണ്ടോ? വ്യത്യാസമുണ്ട്. നമ്മൾ ഒരാൾ പോയിട്ട് ഒരു കല്യാണത്തിന് ഒരാളെ പോയി ക്ഷണിക്കുന്നതും ഭാര്യയും ഭർത്താവും മക്കളൊക്കെ പാടെ കൂടി പോയി അവിടെ കുറച്ചു നേരം വർത്താനമൊക്കെ പറഞ്ഞ് കല്യാണത്തിന് വരണട്ടോ എന്ന് പറയണതും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. ഈ കഴിവ് ദഅവാ രംഗത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. സംഘടിതമായി മൂസാ നബി ഞാൻ ഒറ്റക്ക് ചെയ്തോളാം, അതിന് വേറെ ആളൊന്നും വേണ്ട എന്നുള്ള ആ ഒരു തീരുമാനത്തിന് പകരം പിന്തുണയുള്ള സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഘടകങ്ങളെ മുഴുവനും ഉപയോഗപ്പെടുത്തുക. ഹാറൂന് വേണം, അവൻ സംസാരിക്കാൻ കഴിവുള്ള ആളാണ്. ഇനി വേറൊരാൾക്ക് ആ വീട് പരിചയമുള്ള ഒരാളുണ്ട്, അയാളെ കൂട്ടി പോകാം. അങ്ങനെ പല ശക്തിയും നമുക്ക് ഉപയോഗപ്പെടുത്താം. എന്തിനാണ് എനിക്ക് ഹാറൂനെ തരുന്നത്? ഉഷ്ദുദ് ബിഹി അസ്രി വഅശ്രിക്ഹു ഫീ അംരി. ഓദിക്ക രണ്ടായത്ത്. ഉഷ്ദുദ് ബിഹി അസ്രി വഅശ്രിക്ഹു ഫീ അംരി. ഉഷ്ദുദ്, ബലപ്പെടുത്തി തരണം. ശ്രദ്ധ, ബലപ്പെടുത്തുക, ശക്തി കൂട്ടുക. ഉഷ്ദുദ്, അല്ലാഹുവേ എനിക്ക് ശക്തി കൂടുപ്പെടുത്തി തരണം, ബലപ്പെടുത്തി തരണം. ബിഹി, അവനെ കൊണ്ട്, എൻ്റെ കൂടെ വരുന്ന ഹാറൂനെ കൊണ്ട്. അസ്രി, എൻ്റെ മുതുകിനെ,
എൻ്റെ ശക്തിയെ, എൻ്റെ നട്ടെല്ലിനെ, എൻ്റെ പ്രധാനപ്പെട്ട എൻ്റെ കഴിവുകൾക്ക് ശക്തി പകരാൻ അവനെ കൊണ്ട് സാധ്യമാകണം. കാരണം തഫ്സീറിൽ പറഞ്ഞത് ലിഅന്നഹു കാന ഫസീഹൻ വ മുതഹദ്ദിസൻ, സംസാരം കൊണ്ടും സ്ഫുടമായ ശൈലി കൊണ്ടും നല്ല ഭാഷ കൊണ്ടുമൊക്കെ മിടുക്കനായ ആളായിരുന്നു. അതുകൊണ്ട് ഹാറൂനിനെ ഒന്ന് ശക്തിപ്പെടുത്തി തരണം എനിക്കൂടെ. വഅശ്രിക്ഹു, അവനെ പങ്കു ചേർക്കുകയും വേണം. ഒരു മനുഷ്യൻ അവൻ്റെ ഏതെങ്കിലും ഒരു ദുന്യവിയായ സഹായത്തിൽ കൂടെ ചേർക്കുന്നതിന് നമ്മൾ കേവലം പറയുന്ന ശിർക്ക് എന്നല്ല പറയാം. അതിന് പറയുന്ന പേര് ഷാറക്കത്ത് എന്ന് പറയുന്നത്, അതായത് സഹപങ്കാളിത്തം കൂട്ടുക എന്നത് അള്ളാഹു അനുവദിച്ച കാര്യമാണ്. അതുപോലെ മൂസാ നബിന്റെ ഉദാഹരണം തന്നെ മതിയല്ലോ. ദുനിയാവിൻ്റെ പല കാര്യങ്ങളിൽ മനുഷ്യന്മാരുടെ പല സഹായങ്ങൾ തേടുക എന്നുള്ളത് തെറ്റായ കാര്യമല്ല. വഅശ്രിക്ഹു, അവനെ പങ്കു ചേർത്തു തരണം. ഫി അംരി, എൻ്റെ കാര്യത്തിലൊക്കെ, എൻ്റെ ഉത്തരവാദിത്വത്തിലും എൻ്റെ ഈ കൃത്യനിർവഹണത്തിൻ്റെ മേഖലയിലും അവൻക്കും ഒരു പങ്കുണ്ടാകണം. എൻ്റെ കാര്യത്തിൽ നീ അവനെ പങ്കാളിയാക്കി തരണം. ഇതിൽ മൂസാ നബി അലൈഹി സ്വലാം കണ്ടെത്തിയ ഒരു പോയിന്റാണ്, എന്നെക്കാൾ ചില കഴിവുകൾ ഹാറൂനിനുണ്ട് എന്ന തിരിച്ചറിവ്. നമ്മുടെ മഹല്ലിലെ അല്ലെങ്കിൽ നമ്മുടെ ഈ പ്രദേശത്തിലെ ഓരോ വ്യക്തിക്കും ഓരോ കഴിവുണ്ട്. ആ കഴിവ് നമ്മൾ പരിഹസിച്ച് തള്ളേണ്ട കഴിവുകളല്ല. നന്നായി ഒരാൾക്ക് ബിസിനസ് ചെയ്യാൻ കഴിയുന്നു എന്ന് പറഞ്ഞാൽ അവനത് കഴിവുള്ള ആളാണ്. ആ കഴിവ് അവരെ പല മേഖലയിലേക്കും നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും. ചിലർക്ക് ചിലപ്പോൾ നന്നായി സംസാരിക്കാൻ കഴിയും, ചിലർക്ക് നന്നായി ടെക്നോളജിക്കലായ കഴിവുകൾ ഉപയോഗപ്പെടുത്താൻ കഴിയും, ചിലർക്ക് സംഘടിപ്പിക്കാൻ കഴിയും, വേറെ ഒന്നും കഴിയില്ല, പരിപാടി ചിലർക്ക് ഇത് നന്നായി ഡിസൈൻ ചെയ്യാൻ കഴിയും. ഈ കഴിവുള്ള എല്ലാവരെയും കൂടി ഒത്തൊരുമിച്ച് കൊണ്ടുപോണേനാണ് സംഘടന എന്ന് പറയുന്നത്. അതിൻ്റെ ലളിതമായ ഉദാഹരണമാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ഈ കഴിവുകളെ ഉപയോഗപ്പെടുത്തി, ഇതിൽ നോക്കി നമ്മുടെ കൈയിൻ്റെ വിരലുകൾ പോലെയാണ് നമ്മുടെ സംഘബലം എന്ന് പറഞ്ഞ. ഓരോരുത്തർക്കും അവനവൻ്റെ റോളുണ്ട്. ഓരോരുത്തർക്കും അവനവൻ്റെ റോളുണ്ട്. ചെറുവിരലിന് അവൻ്റെ റോളുണ്ട്. ഒരു മോതിരം ഇടണമെങ്കിൽ മോതിരവിരലിന് റോളുണ്ട്. ഒരാളെ ചൂണ്ടിക്കാണിക്കണമെങ്കിൽ ചൂണ്ടുവിരൽ ആവശ്യമാണ്. ഒരു ഭക്ഷണം ശരിക്കുപോലെ പിടിക്കണമെങ്കിൽ ഇതൊക്കെ കൂടി വേണം. ഓരോരുത്തർക്കും ഓരോ കഴിവുകളുണ്ട്. എല്ലാം കൂടി ചേർത്ത് പിടിക്കലാണ്. ഒരു സ്ഥാപനം, ഒരു സെക്യൂരിറ്റിക്കാരുണ്ട്, അയാളെന്ന് ഗേറ്റ് തുറക്കണില്ലെങ്കിൽ അന്ന് അവിടുത്തെ വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോവില്ല. അയാൾക്ക് അവിടെ ഒരു റോളുണ്ട്. ഒരു സ്വീപ്പർ, അടിച്ചോറിനൊരു പെണ്ണ് നമ്മുടെ സ്റ്റാഫായിട്ടുണ്ട്, അവളത് അടിച്ചോരി വൃത്തിയാക്കി പോണില്ലെങ്കിൽ അതവിടെ നടക്കണില്ല. ഒരു പള്ളിയുണ്ട്, വലിയൊരു പള്ളിയുണ്ട്, അവിടെ ഒരു ഇമാമ്, ആ ഇമാമ അവിടെ ഇല്ല. ഒരു പള്ളിയിൽ മുഅദ്ദിനില്ല, അദ്ദേഹത്തിന് അവിടെ വലിയൊരു റോളുണ്ട്. ഓരോരുത്തർക്കും അവരവരുടെ റോളുണ്ട്. അതങ്ങ് ഭദ്രമായി ചെയ്യാൻ തുടങ്ങലാണ് അവരുടെ വിജയം. ഞാൻ വിചാരിച്ചാൽ മതി, അല്ലെങ്കിൽ ഞാനിതൊക്കെ ചെയ്താൽ മതി എന്നുള്ള തോന്നൽ പകരം എല്ലാവരെയും ചേർത്ത് പിടിക്കാനുള്ള ശ്രമം ഉണ്ടാവണം. സംഘടനകൾ നമുക്ക് നമ്മുടെ രാജ്യത്ത് ആലോചിച്ച് നോക്കി, ഞങ്ങൾ വേശ്യാവൃത്തിക്ക് വരെ സംഘടനകളുള്ളൊരു രാജ്യത്താണ് നമ്മൾ ജീവിക്കണം. അത് അംഗീകരിച്ച് പോകണമെങ്കിൽ അവർക്കത് ആവശ്യമാണ്. വികലാംഗന്മാർക്ക്, ബാർബർമാർക്ക്, എല്ലാ തൊഴിലാളികൾക്ക്, എല്ലാവർക്കും സംഘടന. ദീന് പറയാൻ സംഘടന പാടില്ല. എന്ത് ഫത്വയാണത്? ഇതെന്ത് ഫത്വ? നിങ്ങൾ ബുദ്ധിയുള്ളവർക്ക് ചിന്തിച്ചു നോക്കി. മഹാനായ സാലിഹുൽ ഫൗസാൻ ഹഫിളഹുള്ളയോട് ഇതേപോലെ ജനാധിപത്യ സംവിധാനങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ കാര്യങ്ങൾക്കൊക്കെ സംഘടനകൾ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ദീനിൻ്റെ ദഅവാരംഗത്ത് കുറേ സംഘടനകളൊക്കെ ഉണ്ട്, ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ സാലിഹുൽ ഫൗസാൻ ഹഫിളഹുള്ള പറഞ്ഞു, ദീനിനെ മുറുകെ പിടിക്കുന്ന ഒരു സംഘം നിങ്ങളുടെ നാട്ടിലുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ ചേരൽ നിർബന്ധമാണ്. എന്തേ? നിങ്ങൾ ഒറ്റക്കായി പോകരുത്. ഒരു നാട്ടിൽ നിങ്ങൾ വേറിട്ട് ഒറ്റക്ക് മാറി നടക്കരുത്. നിങ്ങൾ സംഘത്തിന്റെ കൂടെ നിൽക്കലാണ് ശക്തി. മഹാന്മാരൊക്കെ അത് പറയാം. ഇന്ന് സംഘടനകൾ വേണ്ട, അതൊക്കെ ഭയങ്കര ഫിത്തിനെന്ന് പറഞ്ഞ് നടന്നവരുടെ ഫിത്തിന 5ഉം 8ഉം വിഭാഗമായി അവരിങ്ങനെ മാറി നിന്ന് ഓരോരുത്തരും അമീറന്മാരായി നടക്കണം. മറ്റോലിതാ സംഘടന വേണമെന്ന് പറയണോ, അവര് വീഡിയോ എടുക്കുന്നു. അതേ പറഞ്ഞ ആൾക്കാർ ഇന്ന് വീഡിയോ എടുത്ത് ഞങ്ങളാണ് ഏറ്റവും കൂടുതൽ റീച്ച് ഉണ്ടാക്കിയത് എന്ന് പറഞ്ഞ് മത്സരിക്കാണ്.
ഇതൊക്കെ എന്താണെന്നറിയോ? നേതൃത്വമില്ല, സംഘമുഷാവറകളില്ല, കൂടിയാലോചനകളില്ല. മുസ്ലിമീങ്ങളുടെ ഐക്യത്തിന്റെ ഏറ്റവും നല്ല ഉദാഹരണങ്ങളാണ് പെരുന്നാളുകൾ. ആ പെരുന്നാൾ വരെ തമ്മിൽ തല്ലിച്ചു. മുസ്ലിങ്ങൾ ഐക്യപ്പെടും. ഹദീസിൽ പറഞ്ഞ വാക്കെന്തറിയോ? ഇനിയിപ്പോ നിങ്ങൾക്കൊരു മാസത്തിൽ, ഒരു ദിവസത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും വ്യത്യാസം തോന്നിയാൽ തന്നെ ഒരു നാട്ടിൽ എല്ലാവർക്കും അന്ന് നോമ്പാണെങ്കിൽ നിങ്ങൾ നോമ്പിന്റെ കൂടെ നിൽക്കണം. ഒരു നാട്ടിലന്ന് നിങ്ങൾ എല്ലാ നിലക്കും അവരൊക്കെ പെരുന്നാളിലാണെങ്കിൽ നിങ്ങൾ അവരോടൊപ്പം പെരുന്നാളിലാകണം. ഇത് നേരെ തിരിച്ചാ. ഞങ്ങൾ 10 ആൾക്ക് മാത്രമേ പെരുന്നാളുള്ളൂ, നിങ്ങൾ പെരുന്നാളൊന്നും ശരിയല്ല. എന്നിട്ട് അതിനെ ന്യായീകരിച്ച് ഒപ്പിച്ച് വർത്താനം പറഞ്ഞ് ഇങ്ങനെ തല്ലുകൂടിണ്ടാക്കുന്ന അവസ്ഥകൾ വരുന്നത് ഒരു നേതൃത്വമില്ല, കൂടിയാലോചന ഇല്ല. ഒരാൾ എന്തെങ്കിലും പറയുന്നു, കുറച്ച് അക്ഷരമൊക്കെ നന്നായി ഉച്ചരിച്ച് കുറച്ച് നല്ലൊരു മഹ്റജൊക്കെ കണ്ടാൽ നമ്മൾ വിചാരിച്ച് ഇതന്നെ നല്ല കൗല്. നല്ല അബദ്ധങ്ങൾ നല്ലോണം ശ്രദ്ധിക്കാൻ വേണ്ടി പറയാ. നല്ലപോലെ നമ്മൾ ജാഗ്രത കാണിച്ചില്ലെങ്കിൽ വലിയ അബദ്ധങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുന്ന അവസ്ഥകളാണ്. നമ്മൾ മുഅ്മിനീങ്ങളെ പറ്റി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നൽ മുഅ്മിന ലിൽ മുഅ്മിനി. നമ്മുടെ പുസ്തകത്തിൽ 89ാമത്തെ പേജിലുണ്ട്. നമ്മളതൊക്കെ ഒന്ന് പഠിക്കാൻ വേണ്ടിയുള്ള സംബന്ധമാണ്. എന്തിനാണ് ഇതൊക്കെ? ഇങ്ങനെയൊക്കെ ഹദീസിലൊക്കെ ഉണ്ടോ, ഖുർആനിലൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കുന്നവരോടാ. ഇന്നൽ മുഅ്മിന, ഒരു വിശ്വാസി, ലിൽ മുഅ്മിനി, മറ്റൊരു വിശ്വാസിക്ക് കൽ ബുനിയാനി, കെട്ടിടത്തെ പോലെയാണ്. യശുദ്ദു ബഅദഹു ബഅദാ, പരസ്പരം കോർത്തിണക്കി വെച്ചതുപോലെ, നമ്മളെ ഇഷ്ടികകൾ ചേർത്ത് വെച്ചതുപോലെയായിരിക്കണം. മുഅ്മിനീങ്ങൾ കെട്ടുറപ്പോടെ പോകണം. അള്ളാഹു ഇഷ്ടപ്പെടുന്നത് ഒറ്റക്ക് നിന്ന് മാറി നിന്ന് പോരടിക്കുന്നവനെയല്ല. ഇന്നല്ലാഹ യുഹിബ്ബുല്ലദീന യുഖാതിലൂന ഫീ സബീലിഹി സഫൻ കഅന്നഹും ബുനിയാനും മർസൂസ്. തീർച്ചയായും അള്ളാഹു ഇഷ്ടപ്പെടും അള്ളാഹിന്റെ മാർഗത്തിൽ സഫായി നിന്നുകൊണ്ട് പോരടിക്കുന്നവരെ. സഫ് എന്ന് പറഞ്ഞാൽ ഐക്യത്തോടെ ഒരു നിരയിൽ ഒന്നിച്ചു നിന്ന് പ്രവർത്തിക്കുന്നവരെ. സൂറത്ത് സഫിലാണ് പറഞ്ഞത്. നമ്മളോട് പറഞ്ഞത് നിങ്ങളൊക്കെ മാറി മാറി നിൽക്കണം എന്നല്ല. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വകൂനൂ മഅസ്സാദിഖീൻ. സത്യവിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം, സത്യവാന്മാരുടെ കൂടെ നിങ്ങൾ ഉണ്ടാവണം. ഒരാളുടെ അല്ല, സ്വാദിഖീൻ, ഒരു കൂട്ടം സത്യവാന്മാരുടെ കൂടെ. 3 കാര്യങ്ങളെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബറക്കത്തുണ്ട് എന്നാ പറഞ്ഞു. ഏതാ 3 കാര്യങ്ങൾ? 3 കാര്യങ്ങളിൽ നിങ്ങൾക്ക് ബറക്കത്തുണ്ട്. സലാസും ഫിൽ ബറക്ക എന്ന് പറഞ്ഞു. അതിലൊന്ന് അസ്സുഹൂർ, അത്താഴം കഴിക്കുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് ബറക്കത്തുണ്ട്. നമ്മൾ നോമ്പിനൊക്കെ പറയുന്ന ഹദീസാണ്. അത്താഴം കഴിക്കണം, ഒരു തുള്ളി വെള്ളമെങ്കിലും കുടിക്കണം എന്ന് പറയാറുണ്ട്. പിന്നെ ഏതിലാ? പ്രഭാതത്തിൽ ബർക്കത്തുണ്ട്. അതിൽ ഈ ഹദീസിൽ പറഞ്ഞ കാര്യം സെരീദാണ്, ചീസ്, പാലുൽപ്പന്നമായ അറബികൾ ഉപയോഗിക്കാറുള്ള ചീസ് നിങ്ങൾക്ക് ബർക്കത്തുള്ള സാധനമാണ്. പിന്നെ പറഞ്ഞതാണ് അൽ ജമാഅ, സംഘമായുള്ള നന്മകൾ നിങ്ങൾക്ക് ബർക്കത്താണ്. സംഘടിത അൽ ജമാഅത്തു ബറക്കത്തുൻ. നമ്മൾ നേരെ തിരിച്ചാ പറയാം, സംഘടനയാണോ ഭയങ്കര പ്രശ്നമുണ്ടോ? അല്ല, അൽ ജമാഅത്തു ബറക്കത്തുൻ. സംഘമായി നമ്മൾ ചെയ്യുന്ന നന്മ ബറക്കത്തെ കൂട്ടുക. നിസ്കരിക്കുന്നതിൻ്റെ 27 ഇരട്ടി പറഞ്ഞ എപ്പോഴാ? ജമാഅത്തായിട്ട് നിസ്കരിക്കുമ്പോഴാണ്. അള്ളാഹ് എപ്പോഴും ഇഷ്ടപ്പെടുന്ന ജിഹാദ് എപ്പോഴാ? ഫീ സബീലിഹി സഫ, അള്ളാഹിന്റെ മാർഗത്തിൽ സഫായി നിന്നുകൊണ്ട് പ്രവർത്തിക്കുമ്പോഴാണ്. ഇനി സ്വഹാബിമാരുടെ പ്രമുഖനായ വഹ്ശി ഇബ്നു ഹർബ് റളിയല്ലാഹു അൻഹു കേട്ടിട്ടുണ്ടോ? കേട്ടില്ല. പേജ് 89 ലാസ്റ്റ് ഭാഗത്തിൽ ഹദീസ് കൊടുത്തിട്ടുണ്ട്. വഹ്ശി ഇബ്നു ഹർബ് കേട്ടില്ല? സയ്യിദു ശുഹദാ എന്ന് കേട്ടിട്ടുണ്ടോ? സയ്യിദു ശുഹദാ, ശുഹദാക്കന്മാരുടെ സയ്യിദ്. ഹംസത്ത് ബിനു അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു. ഹംസ റളിയല്ലാഹു അൻഹു വിളിക്കുന്ന പേരാണ് ശുഹദാക്കന്മാരുടെ നേതാവ്. ആ ഹംസ റളിയല്ലാഹു അൻഹുവിനെ കൊന്ന ആളാരാ? വഹ്ശി ഇബ്നു ഹർബ്. അന്ന് ഇസ്ലാമിന്റെ ശത്രുവായതുകൊണ്ട് കൊന്നതല്ല. അദ്ദേഹത്തിന് സ്വാതന്ത്ര്യം കിട്ടണമെങ്കിൽ നീ വഹ്ശിനെ കൊന്നാൽ എൻ്റെ അടിമത്തത്തിന്റെ മോചനത്തിന്റെ കാര്യത്തിൽ ഞാൻ നിനക്ക് മാപ്പ് എഴുതി തരാം, നിനക്ക് വിട്ടുതരാം എന്ന് പറഞ്ഞ് യജമാനൻ കയറൂരി വിട്ടതാണ് വഹ്ശി ഇബ്നു ഹർബിനെ.
ഒളിഞ്ഞു നിന്ന് നേർക്കുനേരെ ഫൈറ്റ് ചെയ്യാനൊന്നും കഴിയില്ല. ഒരു പാറൻ്റെ ഇടുക്കിൽ ഒളിഞ്ഞു നിന്ന് ബാക്കിൽ നിന്നാണ് ഹംസ റളിയല്ലാഹുവിനെ കൊല്ലുന്നത്. കാരണം മുമ്പിൽ നിന്ന് കൊല്ലാൻ കഴിയാത്ത വിധേന ശക്തനായിരുന്നു ഹംസ റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 2 മരണങ്ങളിലാണ് ഏറെ വിഷമിച്ചതെന്ന് ഹദീസിൽ കാണാൻ സാധിക്കും. ആ വർഷമാണ് ആമുൽ ഹുസൻ എന്ന് വിശേഷിപ്പിക്കാറുള്ളത്. ഏതാണ് 2 മരണം? ഒന്ന് ഈ മരണമാണ്, ഹംസ റളിയല്ലാഹുവിൻ്റെ മരണം നബിനെ വല്ലാതെ തളർത്തിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. പിന്നെ ഒന്ന് ഖദീജ റളിയല്ലാഹു അൻഹയുടെ മരണമാണ്. ബാക്കിയുള്ളവർക്ക് മരണം ഒക്കെ ഉണ്ട്, പക്ഷെ എന്നാലും ഒരു വ്യത്യാസം ഉണ്ടാവുമല്ലോ. ആ വ്യത്യാസത്തിൽ ഇവർ 2 പേരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വല്ലാത്ത പ്രയാസം ഉണ്ടാക്കി ആ മരണം. അതിൽപ്പെട്ട വഹ്ശി ഇബ്നു ഹർബ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ പറയണം, അന്നഹും ഖാലു, അവർ ചെന്നിട്ട് നബിയോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ, ഇന്നാ നഅകുലു, ഞങ്ങൾ നന്നായി ഭക്ഷണം കഴിക്കുന്നുണ്ട്, വലാ നശ്ബഉ, പക്ഷേ എത്ര കഴിച്ചാലും ഞങ്ങൾക്ക് വയറ് നിറയുന്നില്ല, വിശപ്പ് മാറുന്നില്ല, ഞങ്ങൾക്ക് അതുകൊണ്ട് കിട്ടേണ്ട ഊർജം കിട്ടുന്നില്ല. ഖാല, നബി തങ്ങൾ ചോദിച്ചു, ഫലഅല്ലകും തഅകുലൂന വമുതഫർരിഖീന, നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നുണ്ട്, പക്ഷേ നിങ്ങൾ മുതഫർരിഖീങ്ങളായിരിക്കും. എന്താ മുതഫർരിഖാവ് എന്ന് പറഞ്ഞാൽ ഭിന്നിച്ച് മാറിയാണ്, സിംഗിളായിട്ടാണ് കഴിക്കുന്നുണ്ടാവുക. നിങ്ങൾ ജമാഅത്തായിട്ടാവില്ല ഭക്ഷണം കഴിക്കുന്നുണ്ടാവുക, അതുകൊണ്ടായിരിക്കും. ഖാലു, അവർ പറഞ്ഞു, അതിനിപ്പോൾ ഞങ്ങൾ ഓരോരുത്തരും അങ്ങനെ അവിടെ ഇവിടേക്ക് ഇരുന്ന് അങ്ങനെ കഴിക്കലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത ഉപദേശം നമ്മുടെ വീട്ടിൽ ഇന്നു മുതൽ നമ്മൾ ക്രമീകരിക്കണം. ഫജ്തമിഉ അലാ തുആമിക്കും, നിങ്ങൾ ഭക്ഷണക്കാര്യത്തിൽ സംഘടിതമായി കൂട്ടമായി ഇരുന്ന് ഭക്ഷണം കഴിക്കുക. ബാപ്പാൻ്റെ സമയത്തിന് ഉമ്മ ഷെഡ്യൂൾ ചെയ്തേക്കും, ഉമ്മാൻ്റെയും ബാപ്പാൻ്റെയും സമയത്തിനനുസരിച്ച് മക്കൾ സമയം തീരുമാനിക്കാം. ഭക്ഷണ സമയത്ത് എല്ലാവരും ഒരുമിച്ച് വരും. എത്ര സുഖമായിരിക്കും. ഭക്ഷണം ഒരു പ്രാവശ്യം വിളമ്പിയാൽ മതി, ഒരു പ്രാവശ്യം കഴിക്കാൻ മതി, ഒരു പ്രാവശ്യം കൊണ്ടുവന്ന് വെച്ചാൽ മതി, എന്ത് സുഖമായിരിക്കും. ഇത് ഒന്ന് എടുത്ത് കഴുകി പോകുമ്പോഴത്തേക്ക് അടുത്ത ആൾ വരും. വീട്ടിൽ ആ പ്രയാസം ഒന്ന് ആലോചിക്കും. നിങ്ങളുടെ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ സംഘടിതമായി കൂട്ടമായി ഇരിക്കുക. നിങ്ങൾ അല്ലാഹുവിന്റെ നാമം എല്ലാവരും ഉച്ചരിക്കുക, ബിസ്മില്ല പറഞ്ഞുകൊണ്ട് ഭക്ഷണം കഴിക്കാം. യുബാറക് ലക്കും ഫീ, നിങ്ങൾക്ക് അതിലൂടെ ബർക്കത്ത് കിട്ടും. അതൊരു ബർക്കത്തിന്റെ കാരണമാണ്. മറ്റൊരു ഹദീസിലും ഇതുപോലെ കാണാൻ സാധിക്കും. നിങ്ങൾ യാത്ര പോകുകയാണെങ്കിലും ശ്രദ്ധിക്കണം. അൻ നബി സഈദിൽ ഖുദരി റളിയല്ലാഹു അൻഹു അന്ന റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഇദാ ഖറജ സലാസത്തുൻ ഫീ സഫരിൻ, യാത്ര ഒറ്റക്ക് പോകുന്നതിനേക്കാൾ യാത്ര പുണ്യമാകുന്നത് 3 ആളെങ്കിലും ഉള്ളൊരു സംഘമായി പോകണം എന്നാണ്. 2 ആളുള്ളുവെങ്കിൽ, ഒരാളുള്ളുവെങ്കിൽ അവനെ പിശാച് പല നിലക്കും പല പ്രശ്നങ്ങളിലും അകത്തപ്പെടും. ഒറ്റയ്ക്കുള്ള യാത്രയാണെങ്കിൽ സുഖമായിട്ട് അവർക്ക് ഒരു ലൈസൻസ് ഉണ്ടാവില്ല, അവൻ എങ്ങനെ പോകും. 2 ആളാണെങ്കിലോ, 2 ആളുള്ളെങ്കിൽ ഒരാളെങ്കിലും പഴപ്പിച്ചിട്ട് അവൻ മറ്റവനെ പഴപ്പിക്കാനുള്ള പണി നോക്കും. 3 ആളാകുമ്പോൾ അവരെ പിഴപ്പിക്കാൻ പ്രയാസമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ 3 പേരെങ്കിലും ഒരു യാത്രാ സംഘത്തിൽ ഉണ്ടാകുന്നത് നല്ലതാണ്. അങ്ങനെ 3 ആളുണ്ടെങ്കിൽ ഫല്യുഅമ്മിറു അഹദഹും, 3-ൽ ഒരാള് അമീറാകണം. അത് കണ്ടില്ലേ, ഒരു ഭാരവാഹിത്വം ഉണ്ടാവണം, ഒരു ഉത്തരവാദിത്വം ഒരാൾക്ക് കൊടുക്കണം. നിങ്ങളിൽ 3 പേരിൽ ഒരാൾ അമീറാകുന്നു. അദ്ദേഹം പറയുന്ന സമയമായിരിക്കും, അദ്ദേഹം പറയുന്ന നിർദ്ദേശമായിരിക്കും. അത് കൂടിയ പ്രായമുള്ള ആളായിരിക്കാം, കുറഞ്ഞ പ്രായമുള്ള ആരായിരിക്കാം. ഒരു അമീർ വേണം, അമീറിനെ എല്ലാവരും അനുസരിക്കണം. അവിടെ ജമാഅത്ത് പറഞ്ഞു, നമസ്കാരത്തിൽ ജമാഅത്തിനെ പറ്റി പറഞ്ഞു. ഏതൊക്കെ കാര്യങ്ങളിൽ നമുക്ക് സാധിക്കും. അലൈക്കും ബിൽ ജമാഅ എന്ന ഹദീസ് നമുക്ക് പലപ്പോഴും കാണാം. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു ഉദാഹരണമുണ്ട്. ഈ വാക്കാണ് നമ്മൾ ആലോചിക്കുന്നത്. നീ ഒരിക്കലും ഒറ്റക്കാകരുത്. ഒറ്റക്കായി കഴിഞ്ഞാൽ നിന്നെ പിശാച് വേട്ടയാടും എന്ന് മാത്രമല്ല, ആട്ടിൻകൂട്ടത്തിൽ നിന്ന് ചെന്നായ പിടിക്കുന്നത് അതിലെ ഒറ്റക്ക് നിൽക്കുന്നതിനെയാണ്. അതേപോലെ കൂട്ടത്തിലൊന്നും പെടാതെ മാറിക്കുന്ന ആളെയാണ് പിശാച് വസ്വാസിലാക്കി പിടികൂടുക. ഇനി നിങ്ങൾ ഒന്നുകൂടി ചിന്തിച്ചു നോക്ക്. നമ്മൾ ഇങ്ങനെ ഒരു ജമാഅത്തിലല്ലെങ്കിൽ, നമ്മളൊരു സംഘടിതമായ നന്മകളിലും പ്രവർത്തനങ്ങളിലും മീറ്റിങ്ങുകളിലും ഒന്നുമല്ലെങ്കിൽ, നമ്മൾ നമ്മുടെ ജീവിത നിലവാരം അധ്വാനമൊക്കെ കഴിഞ്ഞ് നമ്മളോട് പോയി എന്നല്ല, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരാളുണ്ടോ? നമ്മുടെ കുടുംബത്തിൽ 4 ആളുണ്ടാകാം. ഇന്നിപ്പോൾ നമുക്കൊരാൾക്ക് എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ ഒരൊറ്റ മെസ്സേജ് വിട്ടാൽ
200 മഹല്ലുകളിലെ വെള്ളിയാഴ്ചകളിലെ മെമ്പറിൽ വെച്ച് പ്രാർത്ഥന കിട്ടും. ഇതൊന്നും വേണ്ട, നമുക്ക് നമ്മളെ കാര്യങ്ങൾ മതി എന്ന് പറയുന്നത് നമുക്ക് പ്രശ്നമൊന്നുമില്ല. ഒരു പരിചയമില്ലാത്ത നമ്മുടെ എത്രയോ സഹോദരങ്ങൾ പറയണതാണ്. നമ്മുടെ ഇടയന്നൂര് നമ്മുടെ സുഹൃത്ത്, അദ്ദേഹം ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് വീണു. ഇതിന്റെ പേര് ഇടയന്നൂർ യൂനിസ്ക. നമ്മൾ മെമ്പർ വന്ന് നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്, എത്രയോ മെമ്പർ എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ആ ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്ന് വീണതിന് ശേഷം കണ്ട ആളുകൾ പറഞ്ഞത്, ഈ ഡോക്ടർ അടക്കം പറഞ്ഞത്, പ്രതീക്ഷ അല്ല കേട്ടോ. 3 മാസം കഴിയുമ്പോഴത്തേക്ക് വലിയ മാറ്റം. ഡോക്ടർമാർ പോലും അത്ഭുതത്തോടെ ചോദിച്ചു, എന്തുണ്ടായെന്ന് ഞങ്ങൾക്കറിയില്ല, ഭയങ്കര പോസിറ്റീവായിട്ടാണ് കാണുന്നത്, പെട്ടെന്ന് റെഡിയായി. ഇന്നൊരു കുഴപ്പമില്ല. അദ്ദേഹം വീണ്ടും ദഅ്വാ പ്രവർത്തനങ്ങളുമായി അവിടെ കൊടകിലൊക്കെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കും. അല്ലാഹു ദീർഘായുസ്സ് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മളിൽ ഒരുപാട് ആളുകൾ ഇതൊക്കെ ഒരു സംഘടിതമായ രൂപത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ കിട്ടുന്നൊരു ബർക്കത്താണ്. നമ്മൾ പരിചയമില്ലാത്ത ആൾക്കാർ ജക്കരിയ സ്വലാഹി റഹിമഹുല്ല ലോകത്തോട് വിട പറഞ്ഞ നാളിൽ ആ നാട്ടിലില്ലാത്ത ജനക്കൂട്ടവും ജനാവലിയും വരാൻ എന്തേ കാരണം? അദ്ദേഹം ഒരു സംഘടിതമായ പ്രവർത്തനത്തിലുണ്ടായിരുന്നു. അതുകൊണ്ട് എവിടെയോ കേട്ടുകേൾവി പരിചയമുള്ള ആളുകൾ അതിനൊക്കെ ഓടിയെത്താൻ ശ്രമിക്കുന്നു. അദ്ദേഹത്തിന് ഇന്ന ആൾക്കൊരു രോഗമുണ്ട് എന്ന് പറയുമ്പോൾ ആ രോഗിക്ക് വേണ്ടി ഇന്ന ആൾ പ്രയാസത്തിലാന്ന് പറയുമ്പോൾ നല്ലൊരു ശക്തമായ ആമീൻ കിട്ടുക എന്ന് പറഞ്ഞാൽ എത്ര, ഇനിയൊന്നും മരിച്ചു എന്ന് വിചാരിക്കും. ഒരു നന്മയിൽ സംഘമായുള്ള പ്രവർത്തനങ്ങളിൽ ഉള്ള ഒരാളും അതിലൊന്നുമില്ലാത്ത ഒരാളും തമ്മിൽ മരിച്ചാലുള്ള വ്യത്യാസം, സംഘടിതമായ നന്മകളിൽ പോകുന്ന ഒരാൾക്ക് വേണ്ടി വിവിധങ്ങളായ ഏരിയകളിൽ നിന്ന് ആളുകൾ അദ്ദേഹത്തിൻ്റെ ജനാസയുടെ അരികിൽ വന്ന് പ്രാർത്ഥിക്കും. അതൊന്നുമല്ലാത്ത ഒരാൾ നാട്ടിൽ സാധാരണ വരുന്ന പോലെ കുറച്ച് അയൽവാസികളും കൂട്ടുകാരും അപ്പുറത്താലൊക്കെ വന്ന് അതങ്ങനെ അവിടെ അവസാനിക്കുക. അതുകൊണ്ട് നമ്മൾ തീരുമാനിക്കുക, എനിക്ക് ഖൈറ് വേണോ, നന്മ വേണോ, ബർക്കത്ത് വേണോ, ഞാൻ ചെയ്യേണ്ടത് ഈ ജമാഅത്ത് ഇൽസം, അതിലേക്ക് മുറുകെ പിടിച്ച് അതിലേക്ക് അനിവാര്യമായ ശ്രമങ്ങളാണ് നമ്മൾ ഉണ്ടാവേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനി രംഗത്ത് കെട്ടുറപ്പോടെ ഐക്യത്തോടെ സംഘമായി നല്ല നിർദ്ദേശങ്ങളും കൂടിയാലോചനകളും പരസ്പര സഹകരണത്തോടെ മുന്നോട്ട് പോകാനുള്ള കരുത്ത് നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും നമുക്ക് പുറത്ത് മാപ്പ് നൽകുമാറാകട്ടെ. ഖൈറായ നന്മകളിലെല്ലാം മുന്നോട്ട് വരാൻ നമുക്ക് ഹൃദയത്തിൻ്റെ വിശാലത അല്ലാഹു നൽകുമാറാകട്ടെ.